പോലെ ഒരു സുഹൃത്തിനെ കുറിച്ചൊരു ഗോസിപ്പ് വരുന്നു. അപ്പൊ അതിനെ നേരിടാൻ ഈ ധൈര്യം ഉണ്ടാവുമോ? പിന്നെ ബിക്കോസ് ഐ തിങ്ക് രഞ്ജിത്ത് ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട്. ഹി ഈസ് പാർട്ട് ഓഫ് മൈ ലൈഫ്. അത് തീർച്ചയാണ്. ഒടുവിലാൻ വീണത് അടികൊണ്ടല്ല, അടിയുടെ കൂടെ നാഭിക്കിട്ട് ഒരു തൊഴി കൂടെ കൊടുത്തു. ആ തൊഴിയുടെ ആഘാതത്തിലാണ് ഒടുവിലാൻ വീണത്. ആ ബഹളത്തിനിടയിൽ അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ് സത്യം. കിഡ്നി രോഗം ബാധിച്ച് ചികിത്സയിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ നാഭിക്കിട്ടാണ് ചവിട്ടിയതെന്ന് ഓർക്കണം. അദ്ദേഹം അന്ന് ജീവനോടെ രക്ഷപ്പെട്ടത് ഭാഗ്യം ഒന്നുകൊണ്ടു മാത്രം. കേരളത്തിലെ അറിയപ്പെടുന്ന തിരക്കഥാകൃത്തും സംവിധായകരും അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും എല്ലാമായ രഞ്ജിത്തിനെ ഈ കഴിഞ്ഞ ദിവസമാണ് അന്യഭാഷാ നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന പരാതിയിന്മേൽ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു പോലീസ്. ഈ കഴിഞ്ഞ ദിവസം തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഫോർട്ട് കൊച്ചിയിൽ അടക്കമുള്ള അല്ലെങ്കിൽ കാരവൻ അടക്കമുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് എല്ലാം പൂർത്തീകരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയും കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി പോലീസ് ഇപ്പോൾ അപേക്ഷ കൊടുക്കുമെന്നാണ് അവസാനമായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. തീർച്ചയായിട്ടും ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ കൂടുതൽ സമയം പോലീസിന് ആവശ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടി വരുമെന്നും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ കാര്യങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ ചലച്ചിത്ര മേഖലയിൽ നിന്ന് തന്നെ ആലപ്പി അഷറഫ് അടക്കമുള്ള ആൾക്കാർ പുതിയ ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം മാറാൻ തമ്പുരാൻ എന്ന് പറയുന്ന സിനിമാ സെറ്റിൽ വെച്ചിട്ട് വയോധികനായ നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ കരണക്കുറ്റി അടിച്ച് തായിട്ട ഒരു വൃത്തികെട്ട മനുഷ്യനാണ് ഈ രഞ്ജിത്ത് എന്ന കാര്യം തീർച്ചയായിട്ടും നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇദ്ദേഹം ഏത് കാലമായാലും കോൺട്രവേഴ്സിയുമായി നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. രേവതി അടക്കമുള്ള ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇദ്ദേഹത്തിൻ്റെ എതിരെ ഒരുപാട് പരാതികൾ ഇപ്പോഴും പോലീസിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. അദ്ദേഹത്തിൻ്റെ ഈ രതി വൈകൃതങ്ങൾ തീർച്ചയായിട്ടും സിനിമാ മേഖലയിൽ വളരെ പ്രസിദ്ധമാണ് എന്നാണ് ആലപ്പി അഷറഫ് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ ഇപ്പോൾ പുറത്തു പറയുന്നത്. പണ്ടും അദ്ദേഹത്തിനെതിരെ ആദ്യമായിട്ട് വെളിപ്പെടുത്തൽ നടത്തി പുറത്തു വന്ന ഒരു മനുഷ്യനായിരുന്നു ഈ ആലപ്പി അഷറഫ്. അദ്ദേഹത്തിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ ആദ്യമായിട്ട് നമുക്ക് ഈ വാർത്ത നമുക്കൊന്ന് കാണാം. സംഭവം നടന്ന കൊച്ചി ആസ്പിൻ വാളിലും അതുപോലെ തന്നെ ഈ കാരവനിലും എത്തിച്ച് പരിശോധന നടത്തിയിരുന്നു. ഇതിനുശേഷം ഒരു ദിവസം കസ്റ്റഡി കാലാവധി അവസാനിക്കാൻ ഒരു ദിവസം ശേഷിക്കെ രഞ്ജിത്തിന്റെ ആരോഗ്യ കാര്യങ്ങൾ ഉൾപ്പെടെ അത് കരുതിക്കൊണ്ട് ഇന്നലെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുകയും വീണ്ടും റിമാൻഡിൽ വിടുകയും ഉണ്ടായി. രഞ്ജിത്തിനെ ആവശ്യം വന്നാൽ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാകും ഇതിലൊരു തീരുമാനമെടുക്കുക. നിലവിൽ സിനിമയുടെ സെറ്റിൽ ഉണ്ടായിരുന്ന ആളുകളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിനിമയിൽ സെറ്റിൽ പ്രവർത്തിച്ച ചില ആളുകൾക്ക് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടായതായിട്ടാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരവനിൽ അദ്ദേഹം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതാണ് ഇതുവരെ തെളിവായിട്ടുള്ളത്. വേറെ ആരെയും ഉണ്ടെങ്കിൽ പിന്നെ അന്വേഷണത്തിൽ ഭാഗമായിട്ട് വന്നെങ്കിൽ പിന്നെ നടപടി എടുക്കാം. ചില ആൾക്കാരെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് അവരുടെ റൊട്ടീൻ ലൈഫുടെ അവരുടെ റൊട്ടീൻ പ്രൊഫഷണൽ മൂവ്മെൻറ്റുടെ ഭാഗമാണോ അല്ല ഒളിയിൽ പോയാനുള്ളത് കൃത്യമായിട്ട് അന്വേഷണം ചെയ്തിട്ടേ പിന്നെ നമുക്ക് തീരുമാനം എടുക്കാം. അദ്ദേഹത്തിനെ കൊണ്ട് തെളിവെടുപ്പ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വക്കീലായ ഹൈക്കോടതി വക്കീലായ എസ് രാജീവ് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണമെന്നെല്ലാം വാദിച്ചിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് വാദം കേൾക്കാനായിട്ട് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വന്ന വാർത്ത. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഇപ്പോൾ കരൾ രോഗിയാണ്. ഇദ്ദേഹം പണ്ട് ചെയ്ത ക്രൂരതകൾ ഒരിക്കലും മറക്കാൻ വേണ്ടി സാധിക്കില്ല. കരൾ രോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന സമയത്താണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആ വയോധികനെ അദ്ദേഹം അടിച്ച് തായിട്ടത് എന്ന് നമ്മൾ ഓർക്കണം. തീർച്ചയായിട്ടും കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം തീർച്ചയായിട്ടും ജീവിതത്തിൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ തലക്കനവും അതുപോലെ തന്നെ തെമ്മാടിത്തരവും സിനിമാ സെറ്റിൽ വളരെ ഫേമസ് ആണ്. ആ ഒരു സെറ്റ് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. ശീതീകരിച്ച റൂമിൽ നിന്നും അദ്ദേഹം കൊതുക് കടിയും കൊണ്ട് മറ്റ് ക്രിമിനലുകളുടെ ഒപ്പം ജയിലിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവിടെ നിന്ന് അലമുറയിട്ട് കരയുകയാണ് രാത്രി കാലങ്ങളിൽ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏതാനും റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കസ്റ്റഡി ഇനിയും നീട്ടാനും ചാൻസ് ഉണ്ട്. 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ജാമ്യം കിട്ടാത്ത വകുപ്പുകളടക്കം ചേർത്ത് തന്നെയാണ് കേസുകൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോഴും അവിടെ ബന്ധപ്പെട്ട സഹസംവിധായകരെയും അതുപോലെ തന്നെ സെറ്റിലുണ്ടായിരുന്ന മറ്റു ആൾക്കാരെയും ഇപ്പോൾ പോലീസ് തീർച്ചയായിട്ടും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആലപ്പി അഷറഫ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും ഈ ലൈംഗിക വികൃതങ്ങൾ തീർച്ചയായിട്ടും ആനയടക്കമുള്ള മൃഗങ്ങളെ വരെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വരെ ആലപ്പി അഷറഫ് പറയുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. എന്നാൽ സിനിമയെന്ന ക്രൈം ചെയ്തതിന്റെ പേരിലല്ല രഞ്ജിത്ത് എന്ന് അഴിയെണ്ണുന്നത്, മറിച്ച് സിനിമയുടെ മറവിൽ പീഡന ലീലകൾ അരങ്ങേറിയതിന്റെ പേരിലാണ്. അയാളുടെ രതി വൈകൃത ലീലകളിൽ ആൺ പെൺ വ്യത്യാസമില്ല എന്ന് മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സും
എന്തിന് ആന ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ വരെ ഉണ്ടെന്നുള്ളതാണ് നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന സത്യം. ഇയാൾ രചനയിലും സംവിധാനത്തിലും അഭിനയത്തിലുമൊക്കെ ബഹുകേമനാണെങ്കിലും സ്വഭാവം വെറും തറയാണെന്നും മുഖം മൂടി അണിഞ്ഞ ഒരാളാണെന്നും അയാളുടെ ഉള്ളിൽ ഒരു ക്രിമിനൽ സ്വഭാവമുണ്ടെന്നും ആദ്യമായി പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ഞാനാണ്. എന്നെ എതിർത്തുകൊണ്ടും അയാളെ ന്യായീകരിച്ചുകൊണ്ടും ചിലരൊക്കെ രംഗത്തു വന്നുവെങ്കിലും പിന്നീട് അവരുടെ ഒന്നും ഒരു പൊടി പോലും കാണാതെയായി. അതിനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതെല്ലാം 100% സത്യമാണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു എന്നുള്ളത് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞെട്ടിക്കുന്ന ആരോപണം തന്നെയാണ് ആലപ്പി അഷ്റഫ് പറയുന്നത്. ട്രാൻസ്ജെൻഡർ അടക്കമുള്ള ആന അടക്കമുള്ള സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിൽപ്പെട്ട ഈ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്ന് അദ്ദേഹം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒന്നിച്ച് ജോലി ചെയ്ത ഒരു മനുഷ്യനാണ്. ആ സെറ്റിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം നേരിട്ട് അറിവുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു കാര്യങ്ങൾ പൊതുജനങ്ങളോട് ഇപ്പോഴെങ്കിലും അല്ലെങ്കിൽ കുറച്ച് കാലം മുമ്പെങ്കിലും അദ്ദേഹം തുറന്ന് പറഞ്ഞത് എന്നുള്ളതാണ്. കാരണം സംവിധായകൻ രഞ്ജിത്തിനാണ് രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ മേഖലകളെല്ലാമുള്ള പിടിപാടുകൾ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ സ്വൈര്യവിഹാരം നടത്തി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഏതൊരു മനുഷ്യനും ഒരു ദിവസമുണ്ട് എന്ന് പറയുന്നത് വെറുതെയല്ല. എത്ര വലിയവനായാലും തീർച്ചയായിട്ടും ഒരു നാൾ അവൻ്റെ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അതുപോലെ തന്നെ ജയിലറകൾ പ്രമുഖർക്ക് അന്യമല്ല എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഏതാനും ദിവസങ്ങളായാലും രഞ്ജിത്ത് ജയിലിൽ കിടന്ന സമയങ്ങളെന്ന് ആലപ്പി അഷ്റഫ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒടുവിൽ ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. ഇന്ന് ഞാൻ പറഞ്ഞത് മലയാള സിനിമയിലെ പ്രതിഭാധനനും വയോവൃദ്ധനും എല്ലാവർക്കും പ്രിയങ്കരനുമായിരുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണനോട് കാണിച്ച ക്രൂരതയെക്കുറിച്ചായിരുന്നു. ഒരു ചെറിയ തമാശയുടെ പേരിൽ മദ്യപിച്ച് ലക്കുകെട്ട രഞ്ജിത്ത് അഹങ്കാരം കൊണ്ട് ആ സാധു മനുഷ്യനെ ചെവിക്കല്ല് നോക്കി അടിച്ച് നിലത്ത് വീഴ്ത്തി എന്നതായിരുന്നു. അടികൊണ്ട് വീണ ഒടുവിലാനെ എല്ലാവരും ചേർന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരോടുള്ള ആ മുഖം എനിക്കൊരിക്കലും മറക്കാനാവില്ല. ഇന്നും ആ ദയനീയമായ മുഖം എന്റെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ഈ സത്യം ഞാൻ വെളിപ്പെടുത്തിയപ്പോൾ പലരും എന്നോട് കമന്റിലൂടെ ചോദിച്ചു, അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അവന്റെ ചെവിക്കല്ല് നോക്കി ഒന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നോ എന്ന്. കോടികൾ മുടക്കി ആരംഭിച്ച ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന വേളയിൽ നടക്കുന്ന ഒരു പ്രശ്നം കൂടുതൽ വഷളാക്കുക എന്നതല്ല, എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കാനാണ് എല്ലാവരും ശ്രമിച്ചത്. അദ്ദേഹം എത്ര സങ്കടത്തോടു കൂടിയാണ് അദ്ദേഹം അത് വിവരിക്കുന്നത്. നിങ്ങൾ കേട്ട് കാണാം. ഞാൻ പറഞ്ഞതുപോലെ കരൾ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഗുളികയെല്ലാം കഴിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ കരണക്കുറ്റി നോക്കിയിട്ട് ഒരു തമാശ പറഞ്ഞതിനാണ് അദ്ദേഹം അടിച്ച് താഴെ തള്ളിട്ടത് എന്ന് നോക്കണം. വെള്ളമടിച്ച് വന്ന് സെറ്റിൽ വന്നതിന് ആ തമാശ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യൻ അത് വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നവും അവിടെ ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വയസ്സുള്ള ഒരു മനുഷ്യനെയാണ് അദ്ദേഹം തച്ചത് എന്ന് ഓർക്കണം. ഒരുപാട് ക്രൂ മെമ്പേഴ്സിൻ്റെ മുമ്പിലെല്ലാം വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യൻ ആ ഒരു സ്ഥലം വിട്ടു പോകുന്ന ഒരു കാഴ്ച ഇന്നും എൻ്റെ മനസ്സിൽ അതേപടി നിലനിൽക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഭയാജനകമായ ഒരു അവസ്ഥ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു മനുഷ്യനും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇത് മാത്രമല്ല അദ്ദേഹം ചെയ്തത് എന്നാണ് ആ ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ ആറാം തമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ചാണ് ഇത്തരം ഒരു അവസ്ഥയുണ്ടായത്. അതിൻ്റെ നിർമ്മാതാവായ സുരേഷ് എന്ന് പറയുന്ന ആൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തു പോലും, എന്നാൽ നിങ്ങൾ കണ്ടത് അടി മാത്രമാണ്, അത് മാത്രമല്ല അവിടെ സംഭവിച്ചത്, പിന്നെ എന്താണ്? നമുക്ക് അതുകൂടി കേൾക്കാം. ഞാൻ ഈ സംഭവം എന്റെ ചാനലിലൂടെ വെളിപ്പെടുത്തിയപ്പോൾ അത് കണ്ടിട്ട് എന്നെ ആദ്യം വിളിച്ചത് ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവായ ജി സുരേഷ് കുമാർ ആയിരുന്നു. സുരേഷ് കുമാർ എന്നോട് പറഞ്ഞത്, ഒരു കാര്യം പറയുമ്പോൾ അത് വളരെ കൃത്യമായി പറയേണ്ടതല്ലേ, അതെന്താണ്, എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ സുരേഷ് പറയുന്നു, ഒടുവിലാൻ വീണത് അടി കൊണ്ടല്ല, അടിയുടെ കൂടെ നാഭിക്കിട്ട് ഒരു തൊഴി കൂടെ കൊടുത്തു. ആ തൊഴിയുടെ ആഘാതത്തിലാണ് ഒടുവിലാൻ വീണത്. ആ ബഹളത്തിനിടയിൽ അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ് സത്യം. കിഡ്നി രോഗം ബാധിച്ച് ചികിത്സയിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ നാഭിക്കിട്ടാണ് ചവിട്ടിയതെന്ന് ഓർക്കണം. അദ്ദേഹം അന്ന് ജീവനോടെ രക്ഷപ്പെട്ടത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ സാധു മനുഷ്യന്റെ നിവൃത്തികേടും നിസ്സഹായാവസ്ഥയും കാരണമാണ് തുടർന്ന് ആ പടത്തിലും പിന്നീട് അയാളുടെ മറ്റൊരു പടത്തിലും അഭിനയിക്കാൻ നിർബന്ധിതനായത്. തന്നെയുമല്ല, രഞ്ജിത്തിനെ പോലെയുള്ള ഒരാളെ നേരിടാനുള്ള ശക്തിയും പ്രാപ്തിയും ആ പാവം മനുഷ്യനുണ്ടായിരുന്നില്ല. സുരേഷ് കുമാർ ഒടുവിലാനെ തൊഴിച്ച കാര്യം കൂടി എന്നോട് പറഞ്ഞപ്പോൾ ഇതുൾപ്പെടെ വീണ്ടും ചില സത്യങ്ങൾ കൂടി വെളിപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ. തീർച്ചയായിട്ടും ആ കണ്ട അടി കരണക്കുറ്റി നോക്കി അടിച്ചതിന് ശേഷം നാഭിക്ക് കൂട്ടി ഒരു ചവിട്ട് കൂടി അദ്ദേഹത്തെ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന തെമ്മാടി ചെയ്തു എന്നാണ് പറയുന്നത്. ആ ചവിട്ടിൻ്റെ ആഘാതത്തിലാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ
വന്ധ്യവയോധികനായ മനുഷ്യൻ അവിടെ മറിഞ്ഞു തട്ടി വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് പോകുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരുപാട് പ്രവർത്തകരുണ്ട് അവിടെ, ഒരുപാട് സിനിമാ നടന്മാരുണ്ട്, ഒരുപാട് മോഹൻലാൽ അടക്കമുള്ള ആൾക്കാർ അവിടെയുണ്ട്. എന്നിട്ട് അവരാരും അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല എന്നാണ് പറയുന്നത്. ആലപ്പി അഷറഫ് അടക്കമുള്ള ആൾക്കാർ പ്രതികരിച്ചില്ല. പക്ഷേ എങ്ങനെ പ്രതികരിക്കാൻ വേണ്ടി പറ്റുമെന്ന് അദ്ദേഹം പറയുകയാണ്. കാരണം കോടിക്കണക്കിന് രൂപ മുടക്കിയെടുക്കുന്ന ഒരു പടമാണ് ആറാൻ തമ്പുരാൻ എന്ന് പറയുന്ന പടം നമ്മളെല്ലാം കണ്ടതാണ്. ആ സിനിമാ സെറ്റിൽ വെച്ചിട്ടൊന്നും പ്രതികരിക്കാനും ഒന്നും ആർക്കും ആ സമയത്ത് പറ്റുമായിരുന്നില്ല. കാരണം എങ്ങനെയെങ്കിലും സിനിമ കഴിച്ചിട്ട് പേക്കപ്പാക്കി പോവുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോയതിനു ശേഷവും ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഗതികേട് കൊണ്ടും പണപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടും അഭിനയിക്കേണ്ടതായിട്ട് വന്നു എന്ന് കൂടി അദ്ദേഹം ഈ പൊതുജനങ്ങളോട് പറയുകയാണ്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത്, കാരണം കാലം കരുതി വെച്ച കാവ്യനീതി എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ അന്ന് അദ്ദേഹം ചെയ്ത അതേ ശിക്ഷയുടെ അനുഭവം തന്നെയാണ് ഇന്ന് അദ്ദേഹത്തിനുള്ളത്. കാരണം അദ്ദേഹം ഇപ്പോൾ കരൾ മാറ്റ ശസ്ത്രക്രിയയെല്ലാം കഴിഞ്ഞ ഒരു രോഗിയായ ഒരു മനുഷ്യനാണ്. അത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് അദ്ദേഹം ഇപ്പോൾ കോടതിയിൽ കെഞ്ചുന്നത്. എനിക്ക് ജാമ്യം തരണം, എനിക്ക് ജാമ്യം തരണം, ഞാൻ സൂക്കേടുമായിട്ട് മല്ലിടുന്ന ഒരു മനുഷ്യനാണ് എന്നെല്ലാം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതാപകാലത്ത് അദ്ദേഹം ആ വന്ധ്യവയോധികനായ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള ആൾക്കാരോട് ചെയ്ത ചെറ്റത്തരം തീർച്ചയായിട്ടും കാലം അതിന് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം ഇന്ന് കൊതുകടിയും കൊണ്ട് വെള്ളവും കുടിയും ഒന്നുമില്ലാതെ ജയിലിൽ വിവസ്ത്രനായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും അത് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, ദൈവമുണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമാണ് ഇതൊക്കെ എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാം കണ്ടതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അദ്ദേഹത്തിൻ്റെ ഈ കോൺട്രവേഴ്സിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.